എൻ്റെ സഭ്യത്തി എന്ന് പറഞ്ഞ് രാത്രി ഉറക്കത്തിലിങ്ങനെ ഞെട്ടി ഉണരുന്ന ഒരുപാട് ദിവസങ്ങളുണ്ടായിരുന്നു. അത് ഈ പടത്തിനകത്ത് അതേപോലെ തന്നെയാണ് പൃഥ്വിരാജ് എൻ്റെ സൈനു എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്നത്. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഫീലിംഗായി. പൃഥ്വിരാജിലൂടെ ലോകം മൊത്തം ഈ സിനിമയിലൂടെ എല്ലാവരും ഈ എൻ്റെ അവിടുത്തെ അനുഭവം അറിയുമ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് നടുവിനൊക്കെ വേദനയാണ്. നടുവിന് വേദന എന്ന് പറയുന്നത് നമ്മൾ ഈ ആണിൻ്റെ കൂട്ടത്തിൽ 10-15 വലിയ ഇത്രച്ചുകൾ ആണാണുണ്ട്. അവന് തീറ്റയെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ഇടിയാണ് ഇടിക്കുന്നത്. പിന്നെ അന്നേരം അവൻ വന്നപ്പോഴേ ഞാനൊരു ഗൾഫിൽ നിന്ന് വരുന്നതല്ലേ, അപ്പോൾ ഒരു മുട്ടായി പോലും അവന് മേടിച്ചു കൊണ്ട് കൊടുക്കാനല്ലാത്ത ഒരു അന്നേരം എൻ്റെ ഈ എന്തോ പറയാൻ വയ്യാത്ത ഒരു വിങ്ങിപ്പെട്ടുമായിരുന്നു ഞാൻ. എൻ്റെ ജോലി എന്ന് പറയുന്നത് അവിടെ ഈ ആക്രി, പ്ലാസ്റ്റിക്, അലൂമിനിയൊക്കെ പരക്കുന്നൊരു ജോലിയാണ്. അത് ഞാൻ പരക്കി ഇങ്ങനെ നടന്ന് പോകുമ്പോൾ എൻ്റെ പുറകെ നടന്നാണ് ഈ കഥ എഴുതുന്നത്. എന്നെ ഇവർ മാറിക്കൊണ്ടുപോയല്ലേ എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ എന്നെ കൊണ്ടുപോകേണ്ട നാട്ടുകാരൊക്കെ അവരുടെ എയർപോർട്ടിലെല്ലാം വന്ന് ചെക്ക്, ഒരുപാട് മരുഭൂമിയിലൊക്കെ അവരെല്ലാം തിരഞ്ഞ് നോക്കിയിട്ടൊന്നും കണ്ടു കിട്ടിയില്ല. അങ്ങനെ പിന്നെ ഇവർ വീട്ടിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് അവരെയൊക്കെ വിളിച്ച് ചോദിച്ചതാണ്, ഇതുപോലെ ആളിൻ്റെ ഒരു വിവരവും ഇല്ല, അങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയാം. ബന്ധുക്കളത്തൊക്കെ വിളിച്ച് ചോദിച്ചു അവിടുത്തെ. അവരൊക്കെ പോയി തിരക്കിയിട്ടൊന്നും കണ്ടു കിട്ടിയില്ല. നമ്മളിവിടെ ആപ്പട്ട് കിടക്കുമല്ലേ. അങ്ങനെ പിന്നെ ഈ ഒരു ദിവസം 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി പോച്ചയായിട്ട് വന്നു, ഒരു പാകിസ്ഥാനി. അങ്ങനെ ഞാൻ എപ്പോഴും ഒരുപാട് കത്തൊക്കെ എഴുതി പുള്ളിയുടെ കൊടുക്കാനായിട്ട്, അറബിയുടെ കൊടുക്കുക, അയാൾ കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ട് വലിച്ചു കയറി കളയുവാണ്. അങ്ങനെ ഒരുപാട് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പാകിസ്ഥാനി പോച്ചയായിട്ട് വരുന്നു. അങ്ങനെ ഞാൻ എപ്പോഴും കത്തിങ്ങനെ എഴുതി വെച്ചപ്പോൾ ഉണ്ട്, എൻ്റെ വിഷമങ്ങളും ഇതൊക്കെ പറഞ്ഞ് ഞാൻ കത്തെഴുതി വെച്ചപ്പോൾ. അന്ന് ഞാൻ ഒരുപാട് ഇതായിട്ടൊന്നും വലിയ എന്നെ ഉത്തരവാണ് ഇതാണെന്നൊന്നും പറഞ്ഞൊന്നും ഞാൻ എഴുതിയിട്ടില്ല. എനിക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്, ഞാനിവിടെ പെട്ട് കിടക്കുവാണ്, ഇതുപോലെ ആടുമേക്കലാണ് മറ്റേ കത്തെഴുതി. ആ കത്ത് അഡ്രസ്സ് നമ്മളിവിടുത്തെ പേരും എഴുതി. ഒരു പോച്ച കൊണ്ടുവന്ന ഒരു പാകിസ്ഥാനി, അയാൾ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ എന്നെ കണ്ടുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് വിളിച്ച പുള്ളി. അപ്പോൾ ഇവൻ അറബി കണ്ടപ്പോൾ എന്നെ അവിടെ നിന്ന് അങ്ങ് മാറ്റിയിട്ട് കുറച്ച് ആടിനെ കൊണ്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാനന്നേരം അതിന് മുമ്പേ ഇങ്ങനെ പൊക്കി കാണിച്ചായിരുന്നു കത്ത് ഇയാളെ. അപ്പോൾ അന്നേരം പുള്ളി അത് കഴിഞ്ഞ് പറഞ്ഞ് അവിടോട്ടം കൊണ്ട് ഇട്ടാൽ മതി, ആളെടുത്തോണ്ട് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഞാനിതിനെ കൊണ്ട് പോയി അയാളെ കത്തെടുത്തുകൊണ്ട് പോയി. ആ ഒരു കത്ത് ഇവിടെ കിട്ടി. അങ്ങനെയാണ് ഞാൻ അവിടെ ഉണ്ടെന്നുള്ളൊരു വിവരം ഇവിടെ അറിയുന്നത്. എൻ്റെ വൈഫാണെങ്കിൽ അവരെ വിളിച്ചുകൊണ്ടങ്ങ് വീട്ടിൽ പോയിരുന്നു, പൂർണ്ണ ഗർഭിണിയായിട്ട് നിൽക്കുമായിരുന്നല്ലോ. അപ്പം മാമ ഇന്ന് ഇവിടെ തിരക്കി വരുമെന്ന് പറഞ്ഞു. ഈ കത്ത് നോക്കി, കത്ത് ഇവിടെ വന്നിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടി 2 ദിവസം ഇരിക്കുമ്പോൾ അവിടെ നിന്ന് ഇവിടെ വരും. അങ്ങനെ വരുമ്പോൾ ഇവിടെ വന്നപ്പം കത്തൊന്നുമില്ല. അങ്ങനെ ലാസ്റ്റ് ഒരു കത്ത് 3 മാസം കഴിഞ്ഞ് കിട്ടിയ കത്താണ്. അത് എൻ്റെ ഭാര്യയെ കാണിച്ചില്ലായിരുന്നു. ഇതുപോലെ വിവരം ചെന്ന് പറയുമായിരുന്നു. കാരണം അതിനകത്ത് എഴുതിയേക്കുന്നതൊന്നും സഹിക്കത്തില്ല, അതുകൊണ്ട് കത്ത് കാണിച്ചില്ല. വലിയ വിവരം ചെന്ന് പറയും, ഇതുപോലെ അന്നേരം മാമ എന്ന് വിവരം പറഞ്ഞു, ഇതുപോലെ കുഴപ്പമൊന്നുമില്ല, അവന് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു, പിന്നെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് കത്തൊന്നും അയക്കാൻ പറ്റാത്തതെന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി. അപ്പോഴത്തേക്കുള്ള പ്രസവമൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. എനിക്കറിയില്ല അതൊന്നും. 2.5 കൊല്ലത്തിന് ശേഷം ഞാനിതുപോലെ പിടികൊടുത്തതായിട്ട് ഇവിടെ അറിഞ്ഞ്. ഞാൻ ചാടിച്ചെന്ന് പോലീസിൽ പിടികൊടുത്തിട്ടിരിക്കുവാണ് അന്ന് ഇവിടെ അറിഞ്ഞായിരുന്നു. അപ്പോൾ ഇവർക്ക് അവിടെ നിന്ന് കയറ്റിവിടാമെന്നൊന്നും ഇവർക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെ ഈ അളിയൻ തന്നെയാണ് ഒരു ടിക്കറ്റ് എനിക്ക് അവിടെ നിന്ന് അയച്ച് ഇവിടെ നമ്മുടെ ബന്ധുക്കാരുടെ അയച്ചു കൊടുത്ത്. അപ്പോൾ അവരായിട്ട് ജയിലിൽ കൊണ്ട് തന്ന്. അങ്ങനെയാണ് ഞാൻ കയറി വരുന്നത്. 9 ദിവസം ജയിലിൽ കിടന്നു. എന്നിട്ട് ബോംബെ നിന്നാണ് ഇവിടെ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഇവിടെ വരുന്നത്. അങ്ങോട്ട് പിന്നെ ഇവിടെ ഞാനൊരു ദിവസം രാത്രി അവിടെ വന്ന് കയറുന്നു. ഞാൻ വരുമ്പോൾ ഇവിടെ എല്ലാവരും ഇവിടെ ഭക്ഷണം കഴിക്കുമായിരുന്നു. എന്നെ കണ്ട് മോനെ അവിടെ വാക്ക നിൽപ്പോനാണ്. അന്നേരം വാപ്പ പറഞ്ഞ് എൻ്റെ വാപ്പ വന്നടാന്ന് പറഞ്ഞപ്പോൾ അവൻ എൻ്റെ വാപ്പ വന്നപ്പോൾ ചെറുക്കൻ പോയെന്ന് തിരിഞ്ഞു പോയി. പിന്നെ അന്നേരം അവൻ വന്നപ്പോഴേ ഞാനൊരു ഗൾഫിൽ നിന്ന് വരുന്നതല്ലേ, അപ്പോൾ ഒരു മുട്ടായി പോലും അവന് മേടിച്ചു കൊണ്ട് കൊടുക്കാനല്ലാത്ത ഒരു അന്നേരം എൻ്റെ ഈ എന്തോ പറയാൻ വയ്യാത്ത ഒരു വിങ്ങിപ്പെട്ടുമായിരുന്നു ഞാൻ അന്നേരം. അങ്ങനെ എല്ലാവരും കൂടെ കൂട്ടം കരച്ചിലും വിളിയൊക്കെ ആയിരുന്നു കണ്ടപ്പോഴും. പിന്നെ എല്ലാവരും പിന്നെ സമാധാനപ്പെടുത്തി. ഞാനെൻ്റെ മുട്ടയൊക്കെ അടിച്ച് ആപ്പാടൊരു ഇതായിട്ട് വന്നതല്ലേ. പിന്നെ പെട്ടെന്ന് എല്ലാവരുമായിട്ട് പരിചയം ഇതായി സന്തോഷമായിട്ട്. പിന്നെ ഒരുപാട് ആൾക്കാരൊക്കെ എല്ലാവരും വന്ന് കാണാനൊക്കെ ഇവിടെ കണ്ടിട്ട് കിടന്ന ആളല്ലേ. എൻ്റെ ജീവിതം ഈ പുറലോകം എങ്ങനെ അറിയുന്നത് നോവലായിട്ടാണ്. നോവൽ ഞാനിപ്പോൾ അവിടെ നിന്ന് പിന്നെ ഇതുപോലെ പിടിയൊക്കെ കൊടുത്ത് ജയിലിൽ കിടന്ന് 9 ദിവസം ജയിലിൽ കിടന്നിട്ടൊക്കെ അല്ലേ വന്നത്, നാട്ടിൽ വന്ന്.
നാട്ടിൽ വന്നിട്ട് പിന്നെ 4-5 വർഷം ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ അന്നേരം ഞാൻ പോകുമ്പോൾ 5 സെൻറ്റ് സ്ഥലം വിറ്റ് വിസ എടുത്ത് പോകുന്നതാണ്. അപ്പം ഈ പോക്കിന് എനിക്ക് ഒരു റിയാൽ പോലും കിട്ടിയില്ലല്ലോ. വെറും കൈയോടാണ് ഞാൻ തിരിച്ചു വരുന്നത്. തിരിച്ചു വന്ന് പിന്നെ 5 വർഷം പിന്നെ ഇവിടെ ജീവിച്ച് അങ്ങനെ ഒരു മോളും കൂടെ പിന്നെ ജനിച്ച് 2 മക്കളൊക്കെ ആയി. വീട് ഞാൻ ജ്യേഷ്ഠൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. അങ്ങനെ പിന്നെ വീടൊന്നുമില്ല. അങ്ങനെ ആകപ്പാട് ബുദ്ധിമുട്ടി കൂലിപ്പണിയും ചെയ്ത് ഇങ്ങനെ ജീവിച്ചുകൊണ്ട് പോകുമ്പോഴാണ് നമ്മുടെ ഭാര്യയുടെ ആങ്ങള ബഹ്റൈനിലുണ്ടായിരുന്നു. അപ്പോൾ ആങ്ങളൊരു വിസ അയച്ചു തന്നു ബഹ്റൈനിൽ. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, ഇനി പോകണ്ട, നമുക്ക് ഉള്ളത് കൊണ്ടൊക്കെ ഇവിടെയൊക്കെ ജീവിച്ചാൽ മതി, ഇനി പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്ഥലമെങ്കിലും എവിടെയെങ്കിലും മേടിക്കണമെന്ന് പറഞ്ഞ് പിന്നെ പോയി. അതുപോലെ അളിയൻ്റെ ഓട്ടോഫിലല്ലേ പോകുന്നത്. അപ്പോൾ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും വരത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ പോയത്. അങ്ങനെ പോയി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അളിയൻ്റെ റൂമിൽ 2-3 ദിവസം താമസിച്ചു. അളിയനൊരു ചെറിയ സ്റ്റുഡിയോ നടത്തുവാണ്. അങ്ങനെ സ്റ്റുഡിയോ നടത്തിക്കൊണ്ടിരുന്ന ഈ അളിയൻ്റെ ഒരു കൂട്ടുകാരനാണ് സുനിലെന്ന് പറയുന്നത്. സുനിൽ എപ്പോഴും എല്ലാ ദിവസവും അവിടെ സ്റ്റുഡിയോയിൽ ചെല്ലും. അളിയൻ്റെ ഒരു കൂട്ടുകാരനാണ്. അവർ എപ്പോഴും വലിയ സുഹൃത്തുക്കളാണ്. അങ്ങനെ ഞാനിതുപോലെ ഒരു ദിവസം അവിടോട്ട് ചെന്നിട്ട് പറഞ്ഞ്, ഇപ്പോൾ സുനിലേട്ടനെ അളിയൻ പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ ഞാൻ സുനിലേട്ടൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് വന്നാൽ എനിക്കൊരു ജോലി എവിടെയെങ്കിലും ശരിയാക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞ്, എൻ്റെ കയ്യിലൊരു ജോലി ഉണ്ടടാ, അത് നിനക്ക് നീ ആ ജോലി ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം ഞാനങ്ങോട്ട് പറഞ്ഞ്, ഞാൻ ചെയ്ത പോലുള്ള ജോലി ലോകത്താരും ചെയ്ത് കാണത്തില്ലെന്ന് പറഞ്ഞു. അന്നേരമാണ് സുനിലേട്ടൻ എടുത്ത് ചോദിക്കുന്നത്, ഇതെങ്ങനെയാണ് ഇത്. അന്നേരം സുനിലേട്ടൻ ആകപ്പാടങ്ങ് മോഹമൊക്കെ അങ്ങ് ഇതായി, ആകപ്പാട് മനസ്സിന് എന്തായാലും കേട്ടാൽ പുള്ളിക്ക് പിന്നെ ഭയങ്കര ഇതാണ്, നല്ലൊരു മനുഷ്യനാണ്, അങ്ങ് ഭയങ്കര ഫീലിങ്ങാണ്. പിന്നെ അങ്ങനെ തന്നെ പിന്നെ പെട്ടെന്ന് ഈ US നേവിയിൽ അവരൊക്കെ ജോലി ചെയ്യുന്ന, ബഹ്റൈൻ US നേവിക്കകത്താണ് ഈ സുനിലേട്ടനൊക്കെ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ തന്നെ ഒരു ലേബർ ജോലിക്കാരനായിട്ട് എന്നെ അവിടത്തേക്ക് പാസ്സൊക്കെ റെഡിയാക്കി അവിടത്തേക്ക് ഒരു വിസ ഇതാക്കി തന്നു. അങ്ങനെ ഞാൻ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ പണിക്ക് ചെന്ന്. അങ്ങനെ സുനിലേട്ടൻ്റെ കൂടെ തന്നെ വേറെ പണി അതിനകത്ത് തന്നെ പണിയുന്നതാണ് ബെന്യാമിൻ. അങ്ങനെയാണ് ബെന്യാമിന് സുനിലേട്ടൻ്റെ കൂട്ടുകാരൻ. അപ്പോൾ ഈ കഥ ചെന്ന് സുനിലേട്ടൻ ചെന്ന് ബെന്യാമിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്ത്. അങ്ങനെ ബെന്യാമിനും ആയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ എൻ്റെ അടുത്ത് പറയാൻ നടക്കുമായിരുന്നു ബെന്യാമിനെന്ന്. അങ്ങനെയാണ് ഈ കഥയുടെ തുടക്കം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരുപാട് നാൾ ഞാനവിടെ നിന്ന് എനിക്കെൻ്റെ ജോലി എന്ന് പറയുന്നത് അവിടെ ഈ ആക്രി, പ്ലാസ്റ്റിക്, അലൂമിനിയൊക്കെ പരക്കുന്നൊരു ജോലിയാണ്. അത് ഞാൻ പരക്കി ഇങ്ങനെ നടന്ന് പോകുമ്പോൾ എൻ്റെ പുറകെ നടന്നാണ് ഈ കഥ എഴുതുന്നത്. അപ്പോൾ കഥ എഴുതുമ്പോൾ നമ്മളിങ്ങനെ വരുമെന്നൊന്നും നമ്മൾ വിചാരിച്ചിരുന്നില്ല. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് കണ്ടത് വലിയ കഥ ബുക്ക് പ്രകാശനം ചെയ്തപ്പോഴാണ്, ആദ്യമായിട്ട് ബുക്ക് പ്രകാശനം ചെയ്തപ്പോൾ അതെനിക്ക് ഒരെണ്ണം തന്നത്. അങ്ങനെ ബുക്ക് വായിച്ചാൽ ഒരുപാട് കരഞ്ഞത് കാരണം ഞാനിതുപോലെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് വരച്ചിലായിരുന്നു എനിക്ക്. 90% അതിനകത്ത് വന്നിട്ടുണ്ട് ഈ നോവലിനകത്ത്. കാരണം അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഇതിന് പോയായിരുന്നല്ലോ, അങ്കമാലിയിൽ ഈ പടത്തിൻ്റെ ഇതുണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് അതുപോലെ ഓരോ രംഗങ്ങളിങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ അവിടെ അനുഭവിച്ച അതേ രീതിയിൽ തന്നെയാണ് അത് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര കരച്ചിലായിരുന്നു അതിനകത്ത് ഇരുന്നപ്പോൾ തന്നെ. എൻ്റെ ഹൃദയം അങ്ങനെ പൊട്ടുന്ന പോലായിരുന്നു. ഞാനും ബെന്യാമിനും കൂടി ബ്ലസ്സിസാറിൻ്റെ വീട്ടിൽ പോയിരുന്നാണ് ഇതിനെപ്പറ്റിയെല്ലാം സംസാരിച്ചത്. ഇതിനെപ്പറ്റി കഥകളൊക്കെ ചോദിച്ചെല്ലാം ബ്ലസ്സിസാറായിരുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ഒരുപാട് നേരം ഇരുന്നെല്ലാം ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് അവരെല്ലാം അതിനെപ്പറ്റിയെല്ലാം അവരുടെ മനസ്സിലെല്ലാം ഇതെഴുതിയൊക്കെ എടുത്തു. എന്നിട്ട് ഇതൊക്കെ അല്ലാതെ ഞാൻ പൃഥ്വിരാജ് സാറിനെ അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ലാസ്റ്റ് ഷൂട്ടിങ്ങിലാണ് കാണുന്നത്. ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നവരെ കാര്യങ്ങളിങ്ങനെ ചോദിക്കുമായിരുന്നു, അങ്ങനെ ഇതെങ്ങനെയായിരുന്നു, ഞാൻ ഇതുപോലൊക്കെ അതിനകത്ത് അഭിനയിച്ചേക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എല്ലാം ഓക്കെയാന്ന് പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നതെല്ലാം ഓക്കെ. അന്നേരം കണ്ടിട്ടില്ല, പറഞ്ഞു തരുന്നു. അന്നേരം പറഞ്ഞതെല്ലാം ഓക്കെയാന്ന് ഞാൻ പറഞ്ഞത്. അന്നേരം പറഞ്ഞു വെരി ഗുഡ്, ഓക്കെ, ഞാൻ അതുപോലെ എല്ലാം ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ ഞാനന്ന് അവിടെ അനുഭവിച്ച കാര്യങ്ങൾ ഈ ലോകം മൊത്തം അറിയാൻ പോവാണ്. കാരണം ഈ ഒരു പൃഥ്വിരാജിലൂടെ ലോകം മൊത്തം ഈ സിനിമയിലൂടെ എല്ലാവരും ഈ എൻ്റെ അവിടുത്തെ അനുഭവം അറിയുമ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഭാര്യയടുത്ത് കത്തിനകത്തൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുള്ളായിരുന്നല്ലോ. ഞാൻ വന്നിട്ടും അവിടുത്തെ ജീവിതത്തെക്കുറിച്ച് ഈ ഭീകരമായ സംഭവങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ഇതിനകത്തൂടെയല്ലേ എല്ലാം അറിയുന്നത്. ഈ നോവൽ വായിച്ചതിൽ പിന്നെയാണ് എല്ലാം അറിയുന്നത്. പിന്നെ ഞാൻ ബഹ്റൈനിൽ പോയി കഴിഞ്ഞ് നോവൽ അവിടെ വെച്ചാണല്ലോ ഇത് എഴുതുകയും പ്രകാശനം ചെയ്തൊക്കെ ചെയ്തത്. അപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്.
ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കുറച്ച് നാളത്തേക്ക്. ഇപ്പം ഞാൻ അന്ന് അവിടെ കിടന്നുകൊണ്ട് എൻ്റെ സഫിയത്തി എന്ന് പറഞ്ഞ് രാത്രി ഉറക്കത്തിലിങ്ങനെ ഞെട്ടി ഉണരുന്ന ഒരുപാട് ദിവസങ്ങളുണ്ടായിരുന്നു. എന്നെ ആരാണ്ട് കൊല്ലാൻ വരുന്ന പോലെയും അങ്ങനെയൊക്കെ. അത് ഈ പടത്തിനകത്ത് അതേപോലെ തന്നെയാണ് പൃഥ്വിരാജ് എൻ്റെ സൈനു എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്നത്. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയി. ഉണ്ടായ കാര്യമാണത്. ആ കാരണം ഞാൻ ഉറക്കത്തിൽ കിടന്ന് ഞെട്ടിലൂടെ എൻ്റെ സഫിയത്തി എന്ന് പറഞ്ഞ് വിളിക്കുന്നതായിരുന്നു ഉണ്ടായ കാര്യം തന്നെ. അതായത് ഞാൻ തിരിച്ചു വന്നതിൽ പിന്നെ എനിക്ക് എപ്പോഴും തലവേദനയായിരുന്നു. ഒന്ന് ഈ ഒരുപാട് തലയ്ക്കടിയൊക്കെ എനിക്ക് ഇത് തട്ടിയൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ തലവേദന വന്ന് ഡോക്ടറെയൊക്കെ ഒരുപാട് കണ്ടതാണ്, മരുന്നൊക്കെ ഒരുപാട് കഴിച്ച്. പക്ഷേ ഇപ്പോഴും എനിക്ക് ഇരിപ്പ് ഈ തലയ്ക്ക് പെരുപ്പാണ്. ഇപ്പോഴൊക്കെ നടുവിനൊക്കെ വേദനയാണ്. നടുവിന് വേദന എന്ന് പറയുന്നത് നമ്മൾ ഈ ആടിൻ്റെ കൂട്ടത്തിൽ 10-15 വലിയ ഇത്രച്ചുകൾ ആണാടുണ്ട്. അതിന് തീറ്റയെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ഇടിയാണ് ഇടിക്കുന്നത് ആട്. ആ ഇടിയൊക്കെ നടുവിനും അവിടെ ഇവിടെയൊക്കെ കൊണ്ട് ഇപ്പോഴും അതിൻ്റെയൊക്കെ ആ ബുദ്ധിമുട്ട് നമ്മൾ അറിയുന്നത്. എനിക്ക് അന്ന് അതൊക്കെ എന്ത് ചെയ്തിട്ട് എനിക്ക് അതിനൊരു വേദനയായിട്ട് എനിക്ക് ആ കണക്ക് കൂട്ടുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അന്നത്തെ ആ ജീവിതത്തിൽ അവരാണ് എൻ്റെ കൂട്ടുകാരും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ അപ്പ ഉമ്മ എല്ലാം അവർ തന്നെയാണ്. അപ്പോൾ അത് ഞാൻ അതുപോലെ സ്നേഹിച്ചു എല്ലാത്തിനും. പിന്നെ ഞാൻ ചാടി പോകുമ്പോഴെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ ഇത്രയും നാളതിനെ നല്ലപോലെ നോക്കിയിട്ട് പിന്നെ ഇതിനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അന്ന് ആ ചിന്ത വന്നിട്ടും പിന്നെയും നമുക്ക് എങ്ങനെയെങ്കിലും എൻ്റെ നാട് ഒന്ന് കാണണമെന്നുള്ളൊരാഗ്രഹമാണ് ഏറ്റവും വലുത്. എൻ്റെ ജീവിതത്തിൽ പഠിപ്പിച്ച പാഠം നമ്മളിനി ഒരു രാജ്യത്തും പോകാതെ ഇവിടെ നാട്ടിൽ തന്നെ നിന്ന് എന്തെങ്കിലും ജീവിച്ച് ഇങ്ങനെ എല്ലാവരും നമ്മളെ കുടുംബമായിട്ട് സന്തോഷിച്ച് പോകണമെന്നുള്ള ആഗ്രഹമാണ് എൻ്റെ മനസ്സിലുള്ളത്. കാരണം ഒരേ സ്ഥലത്ത് പോയി ഇതുപോലെ എല്ലാവരുടെയും ഇതൊക്കെ കേട്ട് അവരുടെയൊക്കെ പീഡനം അനുഭവിച്ചും നമ്മൾ ജീവിക്കാനെക്കാട്ടി നല്ല ഉള്ളത് മതി. വലിയ കോടീശ്വരനാണെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പോയത്. ഞാനും അതുപോലെ തന്നെയാണ് പോയത്. കാരണം ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ പോയി പണം ഉണ്ടാക്കുന്നു, വലിയ വീട് വെക്കുന്നു എന്നൊക്കെയുള്ള ചിന്ത എൻ്റെ മനസ്സിലും വന്ന് അങ്ങനെയാണ് ഞാനും പോകുന്നത്. പിന്നെ ഞാൻ കഷ്ടപ്പാടിൽ തന്നെയാണ്. ഞാനിപ്പോഴ് എന്ന് പറഞ്ഞാൽ ഇപ്പം രാവിലെ 5:30 പോയി. ഞങ്ങളുടെ കുറച്ച് സുഹൃത്ത് പിള്ളേരുണ്ട്, എൻ്റെ കൂട്ടുകാർ. അവർ കടലിൽ പൊങ്ങുണ്ടല്ലോ, അറിയാമോ? തെർമോക്കോളിൻ്റെ പൊങ്ങുണ്ടാക്കി അതിനകത്ത് വല നീട്ടും കടലിൽ. അപ്പം ഞാൻ കടലിൽ പോകത്തില്ല. അവർ വല നീട്ടിക്കൊണ്ട് കര കൊണ്ട് തരും. ഞങ്ങൾ 2-3 പേരുണ്ട്. അതല്ല അതിൽ നിന്ന് അഴിച്ച് വിൽക്കുന്നൊരു പണിയാണ് ഞങ്ങൾക്കുള്ളത്. ഇന്നിപ്പോൾ അത് പോയിട്ട് വരുമായിരുന്നു. ഞാൻ രാവിലെ ഇന്ന് അത് പോയായിരുന്നു, പോയിട്ടാണ് വന്നത്. ഇന്ന് പിന്നെ 400 രൂപ വെച്ച് ഓരോരുത്തർക്ക് കിട്ടി, 400. അപ്പോൾ ഒരു ഫിക്സ്ഡ് ഇതില്ല കടലിലെ പണിക്ക്. ചിലപ്പോൾ 100 കിട്ടും, 400 കിട്ടും, 500 കിട്ടും, 1000 കിട്ടും, 2000 കിട്ടും. അപ്പോൾ അതിനൊരു ഇത്ര കിട്ടുമെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. കടലിൽ മീൻ കിട്ടുന്നതനുസരിച്ച് പൈസ കിട്ടും. എന്നാലും എനിക്ക് ഏറ്റവും സന്തോഷമായ ഒരു ജീവിതമാണിത്. കാരണം എൻ്റെ ഭാര്യ മക്കളെല്ലാം കണ്ട് സുഖത്തെ ഉള്ളതുകൊണ്ട് ജീവിക്കാമെന്നുള്ള ചിന്തയിലാണിപ്പോൾ. അവിടെ നിന്ന് പഠിച്ച പാഠമെല്ലാം ഇത് ഇനി ആർക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടാകരുത് എന്നുള്ള ഇത് ഞാൻ ഓരോരുത്തരടുത്ത് ഇതുപോലെ പറയുന്നുണ്ട്. ഇനി ആരെങ്കിലും എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിലും എല്ലാം നല്ല ചോദിച്ച് പറഞ്ഞ് നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും വന്ന് അവിടെ വന്ന് അവരുമായിട്ട് സഹകരിച്ചിട്ടേ പോകാവുള്ളൂ. അല്ലാതെ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ആരെങ്കിലും വന്ന് ഇത് വിളിച്ച ഉടനെ പോകരുതെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു കൊടുത്തു.